ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. നോമ്പുകാലം രൂപാന്തരത്തിൻ്റെതാണെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാ ക്രമവും ആരാധനാ കാലവുമാണ് നമ്മുടേത്. അടിച്ചമർത്തപ്പെട്ടവൻ ഉദ്ധാനം ചെയ്യുന്ന വലിയ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. ശരിക്കും ഉദ്ധാനത്തിന്റെ മഹാസന്തോഷത്തിലേക്ക് എത്താൻ എന്തിനാണ് ഈ കാഠിന്യമേറിയ 50 ദിവസങ്ങൾ? ഫുൾട്ടൻ ജഷീൻ ഒരു ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ റേഡിയോ പ്രഭാഷണങ്ങൾ നിരന്തരമായി കേട്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു കത്തെഴുതുന്നുണ്ട്. അതിൽ ഇപ്രകാരം അദ്ദേഹം എഴുതുന്നു: നിങ്ങൾ ചെറുപ്പകാലം മുതൽ തന്നെ ആശ്രമത്തിന്റെ ചുറ്റുവട്ടത്തും വൈദികരുടെ കൂടെയും ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ചിന്തകൾക്ക് വിശാലതയില്ലാത്തതത്രേ. എന്തുകൊണ്ട് സ്വയം അടിമപ്പെടുത്തുന്ന ഈ നുകം വലിച്ചെറിഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി സ്വാതന്ത്ര്യമായി ജീവിച്ചുകൂടാ? ഷീൻ അയാൾക്ക് എഴുതുന്ന മറുപടി കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: കലുഷിതമായ കടലിന്റെ നടുവിൽ ഒരു ദ്വീപുണ്ടായിരുന്നു. അതിന് ചുറ്റും കോട്ട പോലെ ഒരു വലിയ മതിൽ ഭിത്തിയും ഉണ്ടായിരുന്നു. അതിനുള്ളിൽ കുറെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് നടന്നിരുന്നത്രേ. ഒരിക്കൽ ബോട്ടിൽ സഞ്ചാരികളായ കുറെ ആളുകൾ അവിടെ എത്തി ഈ ദ്വീപിലേക്ക് പ്രവേശിച്ചിട്ട് കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നു: നിങ്ങൾ ദൂരെയുള്ള നിങ്ങളുടെ മായാക്കാഴ്ചകളെ മറച്ചു കളയുന്നത് പോലെ എന്തിനാണ് നിങ്ങൾക്ക് ഈ കടൽ ഭിത്തി? വിദൂര കാഴ്ചകളെ മറയ്ക്കുന്ന ഇത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കെടുത്തിക്കളയുകയല്ലേ എന്ന് ചോദിച്ചിട്ട് അവർ ആ കടൽ ഭിത്തി പൊളിച്ച് കളയുന്നു. ദ്വീപിന് ചുറ്റുമുണ്ടായിരുന്ന ആ ഭിത്തി പൊളിച്ചു കളഞ്ഞ അവർ ദൂരേക്ക് യാത്ര പോയി. കുറെ കാലങ്ങൾക്ക് ശേഷം തിരികെ എത്തുന്ന ഒരു കൂട്ടം മനുഷ്യർ കാണുന്നത് കളിയും ചിരിയും ഉല്ലാസവും ഒന്നുമില്ലാതെ ആ ദ്വീപിന്റെ നടുവിൽ കഴിച്ചുകൂട്ടുന്ന കുറെ കുഞ്ഞുങ്ങളെയാണ്. ദ്വീപിന്റെ നടുവിൽ ഭയന്ന് വിറച്ചുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ സമുദ്രത്തിൽ വീണു പോകുമെന്ന ഭീതിയിൽ ആടാനും പാടാനും സന്തോഷിക്കാനും ഒന്നും കഴിയാതെ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നു. ദൈവമേ, നീ തീർത്തു തന്ന നോമ്പുകാലം എന്ന അതിർത്തി രേഖകൾക്കും അതിർത്തി ഭിത്തികൾക്കും നന്ദി. ഒരു വയോവൃദ്ധൻ ഭൂമിയിലെ വൻമരങ്ങളെ മുറിച്ച് വലിയ കപ്പൽ ഉണ്ടാക്കിയിട്ട് പ്രളയം വരുമെന്ന് ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? മത്സ്യത്തിന്റെ വായിൽ നിന്ന് ജീവനോടെ തിരികെ വന്ന ഒരുവൻ അനുതാപത്തെ പറ്റി പ്രസംഗിച്ചു പറഞ്ഞ് നിനുവാക്കാരെ അറിയിച്ചത് എന്തുകൊണ്ടാണ്? ദൈവമേ, നീ നിർമ്മിക്കുന്ന അതിർത്തികൾക്ക്, അതിന്റെ അകത്തളങ്ങൾക്ക് ഞങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കുന്നതിനുള്ള ആത്മബോധം, അവബോധം നൽകണമേ. ആമീൻ.